പനീർ മണ്ട ഉണ്ടായിരുന്നു പകത്തുള്ളൂ. എന്തൊക്കെയാണെന്നുണ്ടോ? നല്ല ചമ്മന്തി, സാമ്പാർ എന്നുള്ള കിഴങ്ങാണ്. ഇത് മറ്റേ കടല ചമ്മന്തി ആയിരിക്കും. കഴിച്ചിട്ട് എങ്ങനെയുണ്ടാ ഇതിനെപ്പറ്റി പറയാനായിട്ട്? അല്ലേ കഴിച്ചാ? മറ്റേ അതാണോ ഇതാണോ നല്ലതാ? മറ്റേ നല്ലത്. അന്ന് കഴിച്ചത് ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അല്ലടാ അവൻ പറഞ്ഞു കേട്ടോ അതാ നല്ലതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അന്ന് ഫസ്റ്റിൽ കഴിച്ചില്ല. അപ്പൊ ടേസ്റ്റ് എവിടാ? ഇവിടോ? ഇവിടെ തന്നെ. ആ അത് പറ. ഇത് ഞങ്ങൾ വിചാരിച്ച അന്ന് മറ്റേ ഗംഗാ സ്വീറ്റിൽ പോയി കഴിക്കുകയാണ്. ശരിക്കും അഭിപ്രായം പറയേണ്ട ആൾ ഇതാണ്. നിങ്ങളാണ് ഇതിന്റെ അഭിപ്രായം പറയേണ്ടത്. അതെ, ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. കണ്ടോ കൂടെ നമ്മൾ കൂടല്ലേ തന്നെ കൊണ്ടു വന്നുടനെ അക്രമം തുടങ്ങി. നമ്മുടെ മുമ്പിൽ ഇരുന്നവന്മാർക്ക് എങ്ങനെ ഇങ്ങനെ ആക്രമിക്കാൻ തോന്നുന്നു. വേണ്ട മാനോ മാനോ ഇല്ലാണ്ട് അതൊക്കെ കഥക്കാന്നും പറഞ്ഞ് തിന്നുന്നു. അവൻ തിന്നു തീർത്ത്. നമ്മുടെ മസാല ദോശ എത്തി. അതിനകത്ത് നല്ല പനീറാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ആദ്യത്തെ ബൈറ്റിലെ അഭിപ്രായം? അടിപൊളി അല്ലേ? ഇവിടുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? UP വന്നിട്ട് ആദ്യമായിട്ടാണോ? അന്നത്തെയാണോ ഇതാണോ ബെറ്റർ? ഇതാണോ? അതും ഇതും തമ്മിൽ റേറ്റ് ചെയ്ത് എത്ര മാർക്ക് കൊടുക്കും? ഇതിൽ 10ൽ എത്ര കൊടുക്കാം? 10ൽ 9 കൊടുക്കാം. മറ്റേതിനോ? ഒന്ന് കൊടുക്കണമെങ്കിൽ ആലോചിക്കണമെന്ന്. ആ സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടോ? സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടോന്ന്. ഒരു ചമ്മന്തിയിലും മുക്കി, കുറച്ച് ഇതിലും മുക്കി, കുറച്ച് അതിലും മുക്കി, നേരെ വായിലോട്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവൻ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നിങ്ങളെല്ലാം എപ്പോൾ ഇവിടുന്ന് ഇത് കഴിച്ചു നിങ്ങളെല്ലാം ഇറങ്ങിപ്പോകും. അപ്പം നിങ്ങളെല്ലാം ഇറങ്ങിപ്പോയി ഞാൻ എങ്ങനെ പേയ്മെന്റ് ചെയ്യും? എനിക്കറിയത്തില്ല. മറ്റേരും എടുത്ത് അതിന്റെ കഷ്ടപ്പെടേണ്ട സാർ ഒരല്പം അവകാശം കൂടെ ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോ. അപ്പൊ നമ്മുടെ മൈസൂർ മസാല ദോശ എത്തിയിട്ടുണ്ട്. മോനെ ഇതിൻ്റെ അകത്തിരിക്കുന്ന അമ്മാതിരി എരിവാണ്. കാത്തിരിക്കാൻ കൂടെ വയ്യ എന്നുള്ളതാ. ഇതെന്തുവാടാ ഇത്? അക്രമം കാണിക്കുന്നോടാ നിങ്ങള്. ഞങ്ങളല്ല ഇവൻ. ഞാണ്ട് തൊട്ട പോലും ഇല്ല. ഇപ്പഴാണ് എടുത്തത് അല്ലേ? നമുക്കും കൂടെ കയറാം. മോനെ നല്ല എന്തോ പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇവര്. അതുകൊണ്ടാണ് ഈ എരിവ്. വെള്ളം കുടിക്കാൻ പാടില്ല. മൈസൂർ മസാല ദോശ കുറ്റം പറയുന്ന എരിവുണ്ടോ? അത് നാളെ രാവിലെ ആകുമ്പോഴേ അറിയൂ ആ എരിവൊക്കെ. വെള്ളം എടുത്തു വെച്ചേക്കുന്നുണ്ട്. തൊടാത്ത വെള്ളം. നമ്മൾ കൊല്ലത്താണ്. കൊല്ലക്കാരാണ്. കൊല്ലക്കാരുടെ വില ഒരിക്കലും കളയത്തില്ല. അല്ലേ നോക്കിയോ? ഇല്ലയോ? 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 നാവിന് കൊള്ളംകാരൊന്നും ഇല്ലടാ. ചില്ലി ഫ്ലക്സ് ചേർക്കുന്നു. വേണ്ട കുടിക്കണ്ട. ഉണ്ടാ ഇതാണ് ആ പേസ്റ്റ്. എൻ്റെ അമ്മ. മൈസൂർ മസാല ദോശ കടുത്ത്. ഞങ്ങൾ ആദ്യം മേടിച്ചപ്പോഴും ഇരുന്ന് കടുത്ത്. എനിക്ക് കഴിക്കാൻ പറ്റാതെ പാതി ഞാൻ ഇവനാ കൊടുത്തത്. ഇവനെ കൊണ്ട് തീറ്റിക്കുകയെ. ആ ഇനിയത്ത് വെള്ളം കുടിച്ചോ. കണ്ണീന്നൊക്കെ കരച്ചിലൊക്കെ വരുന്നു. പോട്ടെ കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഇന്നൊക്കെ ദൂരം പിന്നെ തീറ്റി കണ്ടോ? പിന്നെ അടിപൊളി അവിടെ ടൊമറ്റ് ഈ പേസ്റ്റ് എടുക്കും വയ്യ ഇവിടെ. ഈ സാധനം ടേസ്റ്റ് അപാരമാണ്. പക്ഷെ എരിവ് കൊണ്ടിട്ട് തിന്നെ ഇരിക്കാനും ടേസ്റ്റ് കാരണം തിന്നെ ഇരിക്കാനും എരിവ് കാരണം തിന്നാനും പറ്റുന്നില്ല. നല്ല ചമ്മന്തി ഉണ്ട്. ചമ്മന്തി തുമ്പത്ത് വെച്ചിട്ട് വേണ്ട. ഓ ഒരു സമാധാനമുണ്ട്. ചമ്മന്തി ഇത് മലപ്പുറം, ഇത് കൊല്ലം. ഗ്ലാസ് അതിൻ്റെ മസാല ഇതാണ്. ഇവിടെ റീൽ എഡിറ്റ്. റീലിൻ്റെ ഒക്കെ ഏറ്റവും ഒരു സമാധാനം. ഇങ്ങനെയുണ്ട്. തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ഇവിടെ ഫസ്റ്റ് അപ്പം നമ്മുടെ
മൈസൂർ മസാല ദോശയുടെയും പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തെന്തോ ഓക്കെ ഇത് ഇടയ്ക്ക് വാ തുറക്കുന്നത് അതിന് മാത്രമേ ഉള്ളൂ. തള്ളാൻ ഞാൻ പാറക്കത്തില്ല. ഇത് കൊള്ള മൈൻഡ് അവർ ഓൺ ബിസിനസ്. ഇംഗ്ലീഷ് ഹിന്ദി വേണ്ട. അല്ല ഹിന്ദി വേണ്ട. ഇംഗ്ലീഷ് ചീത്ത വിളിക്കുന്നതാ. അടുത്ത ഞാനിവിടെ ബുധനാഴ്ച ചിക്കൻ ബർഗർ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പറച്ചിലായിരിക്കും. നമ്മൾ ചീസ് കോൺ പിസ്സയാണ് പറഞ്ഞേക്കുന്നത്. പിസ്സയ്ക്കായിട്ടുള്ള കാത്തിരിപ്പ്. അവന് 20 കാരണം വെള്ളം കൂടി അവൻ നിർത്തിയിട്ടില്ല. അവൻ ഇല്ല തീർത്ത് അവൻ 2 കുപ്പിയും തീർത്ത്. സോ ഗൈസ് നമ്മളെ ചീസ് കോൺ പിസ്സ ഞാനായിട്ട് അജ്മൽ കാത്തിരിക്കുന്നു. ടോപ്പിക്ക് അവ എടുത്ത് സോസ് എടുത്ത് ഷുഗർ ഡയറ്റിന്റെ ആളാ. അത് എടുത്ത് വെച്ചേക്കുന്ന സാധനം കണ്ടു. ഇതൊക്കെ അത് തിന്നെ കൊള്ളാടാ. എല്ലാം വരി തിന്നി രസമാട്ടെ. വേണ്ട. പിസ്സ തിന്നാൻ നമുക്ക്. പിസ്സ ഇതിന്റെ ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കണമല്ല. ഷുഗർ ഡയറ്റ് തൊടത്തില്ല എന്ന് പറഞ്ഞ ആളുടെ സൈഡിലൊരു കള്ള ചിരി ഒന്ന് കാണട്ടെ തോഫീക്ക്. കള്ള ഡയറ്റ് വെറും കള്ള ഡയറ്റ് എന്ന് പറയുകയും ചെയ്യും. ഉള്ള എല്ലാം ഇരുന്ന് കയറ്റുകയും ചെയ്യും. കിട്ടിയ ഇത് തന്നെ നല്ല ചീസ് ബർഗർ. Wow, it's nice, huh? അടിപൊളി. അയ്യോ അത് പോയി നോയിക്കോട്ടെ. എന്നാൽ ശരിയാവൂല കൈസ്. ഒരു കടി കടിക്കട്ടെ ഇതിനകത്ത്. ഇതിൻ്റെ അത്ര വെള്ളം ഒഴിച്ച ടിഷ്യൂ പേപ്പർ ഗ്ലാസ്സിൽ അവൻ തന്നെ കൈ തുടച്ച് ഇട്ട ഗ്ലാസ്സിൽ അവൻ തന്നെ വെള്ളം ഒഴിച്ച് കുടിക്കാൻ പോകുന്നു. ഇതെന്നാ ചെയ്യുന്നത്? അപ്പം നമ്മുടെ ബില്ലും വന്നു. ഇടുക്കി ബില്ല് ഉറക്കി. വല്ലപ്പോഴേക്ക് സന്തോഷമൊക്കെ. ക്യാമറ ഓണാക്കിയപ്പോൾ ജീരകം എടുത്ത് വൈകിട്ട്. അതിന് മുമ്പിട്ട് എന്തോ വൈകിട്ട് കൂടെയുള്ള ടീമുകൾ മൊത്തം കള്ളന്മാരാ. ഷുഗർ ഡയറ്റ് ഒന്നും പറഞ്ഞിട്ട് മരം കാണുമ്പോ കണ്ണു മഞ്ഞ് കളിക്കും. വല്ലപ്പോഴേക്ക് സന്തോഷമൊക്കെ ആകുന്നു. എൻ്റെ അമ്മയെ തിന്നാൻ പറ്റുന്നില്ല കൈ. പറഞ്ഞോ കഴിക്കടാ. കണ്ട എന്തേലും കിട്ടി അപ്പ കിടുമാട് പിടിച്ചോണം. ആ ജിമ്മിനൊരു 50 രൂപ വെച്ചെടുക്കണം. അതുകൊണ്ടൊന്ന് ജങ്കുട്ട് ഫുള്ള് കഴിക്കാന്ന്. സോ ഗൈസ് അപ്പോൾ നമ്മൾ 99 കഫേയിൽ വന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കളർ ബൾബ് അതാണ് എക്സ്പീരിയൻസ്. ഇല്ലല്ലോ, ഫുഡ് നല്ല സെറ്റ് ഫുഡാണ്. ഫുഡ് എങ്ങനെ ഉണ്ടാ? അടിപൊളി ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളി അല്ലേ? സർവീസും ഹാൻഡ്ലിങ്ങും ഒക്കെ അടിപൊളിയല്ലേ? ചാനൽ എന്താ ചെയ്യാ ഇപ്പൊ? ചാനല് ചക്രൈബ് എന്താ ചെയ്യാ? സബ്സ്ക്രൈബ് എന്താ ചെയ്യാ? മച്ചാനൊന്ന് ഓണാക്കി. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ബാക്കി വീഡിയോ ആയിട്ട് വഴിയെ വരാം. അപ്പൊ ഓക്കെ ബൈ.